السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയെപ്പറ്റി നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവിടുത്തെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂലുള്ളാഹിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വ ഇന്നക തീർച്ചയായും തങ്ങൾ ലഅലാ ഖുലുഖിൻ അദീം മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ്. ആ പദപ്രയോഗം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്നോ അല്ലെങ്കിൽ മഹത്തായ സ്വഭാവത്തിലാണെന്നോ അങ്ങനൊന്നുമല്ല. ലഅലാ ഖുലുഖിൻ അദീം, അലാ പറഞ്ഞിട്ടാണ്. മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ് എന്ന് പറഞ്ഞാൽ മഹത്തായ സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂട്ടിവെച്ച് അതിൻ്റെ മുകളിലാണ് തങ്ങളിരിക്കുന്നത് എന്ന അർത്ഥം കുറിക്കുന്ന വാക്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. എന്തൊക്കെ മഹത്തായ സ്വഭാവങ്ങളുണ്ടോ അതെല്ലാം അതിൻ്റെ എല്ലാം മീതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്നത്. അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു, അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തെപ്പറ്റി എങ്ങനെയുണ്ട് നബിയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ, ഭാര്യമാരോട് ചോദിച്ചാൽ ഭർത്താവും ഭാര്യയൊക്കെ പലപ്പോഴും എല്ലാ സമയത്തും ഇടപെടുന്നവരാണല്ലോ. അപ്പോൾ ആ സ്വഭാവത്തിനെ പറ്റി മനസ്സിലാക്കാമല്ലോ. ഭാര്യ പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാമല്ലോ. ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബിയുടെ സ്വഭാവത്തെപ്പറ്റി ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്തൊക്കെ സൽസ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവിടുത്തെ സ്വഭാവമായിരുന്നു എന്നാണ്. ഇനി 10 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത വ്യക്തിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അവരുടെ സാക്ഷ്യപ്പെടുത്തലൊന്ന് നോക്കാം നമുക്ക്. മഹാനവറുകൾ പറയുന്നു, ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ റസൂലുള്ളാഹിക്ക് 10 കൊല്ലം സേവനം ചെയ്തു. ഫമാ ഖാല ലീ ഉഫിൻ ഖത്തു, എന്നിട്ട് ആ 10 കൊല്ലത്തിനിടയിൽ എന്നോട് ഛേ എന്നൊരു വാക്ക് റസൂൽ പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ സനഅതുഹു, ഞാൻ ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി ലിമ സനഅത, എന്തിനാ നീ അത് ചെയ്തത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ലി ഷൈഇൻ തറക്തു, ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി ലിമ തറക്ത, എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും ചോദിച്ചില്ല. നോക്കാണി എത്ര കണ്ട നല്ല സ്വഭാവം. തൊഴിലാളിയോട് പോലും, സേവനം ചെയ്യുന്ന സേവകർക്കോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത
ആ സ്വഭാവം, അവരോട് വർത്തിച്ച ആ സ്വഭാവത്തിൻ്റെ മഹിമയാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു സാക്ഷ്യപ്പെടുത്തുന്നത്. അനസ് റളിയല്ലാഹു തആല തന്നെ പറയുന്നു, കുന്തു അംഷി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു നിജ്റാനിയായ പുതപ്പ് റസൂലുള്ളാഹിൻ്റെ ദേഹത്തിലുണ്ട്. വരീദുൽ ഹാഷിയ, അതിൻ്റെ സൈഡുകളെല്ലാം പരുത്തതാണ്. അങ്ങനത്തെ ഒരു പുതപ്പ് കഴുത്തിലൂടെ ചുറ്റിയിട്ടുണ്ട്. ഫഅദ്റകഹു അഅറാബിയുൻ, അങ്ങനെ റസൂലുള്ളാഹിനെ ഒരു അഅറാബി എത്തിച്ചു, ഒരു ഗ്രാമവാസി. ഫജബദ ബിരിദാഇഹി ജബദതൻ ഷദീദ, അങ്ങനെ ആ പുതപ്പ് പിടിച്ചിട്ട് ഭയങ്കര വലി, ശക്തമായ വലി വലിച്ചു അഅറാബി. ഫനദർതു ഇലാ സഫഹത്തി ആതിഖിഹി, റസൂലുള്ളാഹിന്റെ കഴുത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോൾ വഖദ് അസ്സറത്ത് ഫീഹി ഹാഷിയത്തുൽ ബർദി മിൻ ഷിദ്ദത്തി ജബദത്തിഹി, ഈ അഅറാബിയുടെ ആ വലിക്കലിൻ്റെ കടുപ്പത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കഴുത്തിൽ, സുന്ദരമായ ആ കഴുത്തിൽ പാട് വീണിരിക്കുന്നു. എന്നിട്ട് അഅറാബി പറയുന്നത്, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്, ഓ മുഹമ്മദ് നബിയെ, എനിക്ക് അള്ളാഹുവിൻ്റെ മാല്, നിൻ്റെ അടുക്കലുള്ള മാലിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കൂ, തരാൻ വേണ്ടി കൽപ്പിക്കൂ. ഫൽസഫത ഇലൈഹി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അഅറാബിയിലേക്ക് തിരിഞ്ഞിട്ട് ഫളഹിക, ചിരിച്ചൊന്ന് പുഞ്ചിരിച്ച്. സുമ്മ അമറ ലഹു ബിഅതാ, പിന്നെ ആ അഅറാബിക്ക് സദഖ കൊടുക്കാൻ വേണ്ടി റസൂലുള്ള കൽപ്പിക്കുകയും ചെയ്തു. നോക്കാണ് എന്ത് തങ്കപ്പെട്ട സ്വഭാവമാണ്. നോക്കാണ് നിങ്ങൾ, സഹാബിയാണ്, അറാബിയാണ്, സംസ്കാരമില്ലാത്ത ആളാണ്. സദഖ ചോദിക്കേണ്ട പോലെ എങ്ങനെയാണ്? വളരെ താഴ്മയോടുകൂടി ചോദിക്കേണ്ട കാര്യം, കഴുത്തിലുള്ള പുതപ്പൊക്കെ പിടിച്ച് വലിച്ച് ശക്തമായി വലിച്ചിട്ട് കൊടുക്കാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം അവൻ്റെ പെരടിക്കൊന്ന് കൊടുക്കൂലേ, എന്നിട്ടല്ലേ പിന്നെ ബാക്കിയുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. അത് അവനക്ക് വിവരമില്ലായിട്ട് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനക്ക് സദഖ കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എത്ര മഹത്തമായ സ്വഭാവമാണ്. ഇനി അതിലേക്ക് ചേർത്ത് വെക്കാൻ ഒരു സംഭവം കൂടിയുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു യഹൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യഹൂദിക്ക് കുറച്ച് ദീനാർ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു ദീനാർ കടം വാങ്ങിയിരുന്ന യഹൂദിൻ്റെ പക്കൽ നിന്ന് കുറച്ച് ദീനാറുകൾ, അത് വാങ്ങാൻ വേണ്ടി ഓൻ വന്നു. യഹൂദി കടം വാങ്ങാൻ വേണ്ടി, കടം കൊടുത്തത് വാങ്ങാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഅത്തീക്ക്, ഇപ്പം എൻ്റെ അടുത്ത് തരാനൊന്നും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾ എന്ത് പറഞ്ഞു? ഈ യഹൂദി, ഫഇന്നീ ലാ ഉഫാരിഖുക യാ മുഹമ്മദ് ഹത്താ തുഅതിയനി, നീ കടം വാങ്ങിയത് എൻ്റെ വാങ്ങിയ ആ ദീനാർ തരുന്നത് വരെ ഞാൻ എന്നെ വിട്ടുപിരിയില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഫജലസ മഅഹു, അങ്ങനെ ആ യഹൂദി റസൂലുള്ളാഹിയുടെ കൂടെ ഇരുന്നു. ഫസല്ലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹ്റ വൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാഅ വൽ ഗദാത, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഫജ്ർ, ഇതെല്ലാം റസൂലുള്ളാഹി അവിടുത്തെ നിസ്കരിച്ചു, പള്ളിയിൽ നിസ്കരിച്ചു. ഈ യഹൂദി വിടുന്നില്ല, വീട്ടിലേക്ക് വിടുന്നില്ല. ഒരു ദിവസം പൂർണ്ണമായിട്ട് അവിടെ തടഞ്ഞു വെച്ച്. വക്കാന അസ്ഹാബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ഇത് കണ്ട് സഹിക്കുന്നില്ല. സഹാബത്ത് പറഞ്ഞു, യഹൂദിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു.
വയഖൂലുന യാ റസൂലല്ലാഹ് യഹൂദിയുൻ യഹ്ബിസുക്, ഒരു യഹൂദിയാണോ തങ്ങളെ ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത്, തങ്ങളെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്? അതുകൊണ്ട് ഞങ്ങളവനെ കൊല്ലാൻ തങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊന്നുകളയാമെന്നെല്ലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? മനഅനി റബ്ബി അൻ അദ്ലിമ മുആഹിദ, ഒരു ഇടപാട് കരാറ് ചെയ്ത ആളോട് ദുൽമ ചെയ്യാൻ എൻ്റെ റബ്ബ് എന്നെ തടഞ്ഞിരിക്കുന്നു. ഓൻ അവൻ്റെ മുതൽ കിട്ടാൻ വേണ്ടി ആയിട്ടാണ് ചെയ്തത്, പക്ഷെ എൻ്റെ അടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ടാണ് അവൻ എന്നെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അവനുമായിട്ട് നാം കരാറുള്ളതാണ്. ആ കരാറുകാരനോട് ദുൽമ ചെയ്യാൻ എൻ്റെ റബ്ബ് എന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ റബ്ബ് വിരോധിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞപ്പോൾ ഈ യഹൂദി മുസ്ലിമായി. വഖാല ശത്രു മാലി ഫീ സബീലില്ലാഹ്, എന്നിട്ട് പറഞ്ഞു എൻ്റെ മാലിൻ്റെ പകുതി അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ ഈ മഹത്തായ സ്വഭാവം ആണ് യഹൂദി അവിടെ പരിശോധിച്ചത്. അമാ വല്ലാഹി മാ ഫഅൽതുല്ലദീ ഫഅൽതു ബിക്, തങ്ങളെ കൊണ്ട് ഞാൻ ഈ ചെയ്തത് ചെയ്തില്ല, ഇല്ലാ ലി അൻദുറ ഇലാ നഅതിക ഫി തൗറാത്തിൽ തങ്ങളെ വിശേഷണം പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ നല്ല സ്വഭാവക്കാരനാണ് എന്ന് തങ്ങളെ വിശേഷണം തൗറാത്തിൽ കണ്ടിട്ടുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിക്കലൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ആ യഹൂദി മുസ്ലിമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം, ആ യഹൂദി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സ്വഭാവം കണ്ട്, അത്രയും വലിയ സ്വഭാവത്തിനുടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലിപ്പിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിനായി നൽകണേ അല്ലാഹ്, നിൻ്റെ ഹബീബിൻ്റെ പൊരുത്തത്തിനായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമയൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, റബ്ബേ നല്ല ജോലിയിലേക്ക് അവരെ നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.